രാഘവേട്ട, നിങ്ങൾ ഏതെങ്കിലും പേപ്പറുകളിൽ ഒപ്പിട്ട് കൊടുത്തോന്ന്? കൊടുത്ത്, പക്ഷേ അതല്ല എന്റെ മലേഷ്യയെ കൊണ്ട് ചികിത്സകളുടെ പേപ്പറായിരുന്നു. യോ, ഒന്നുമല്ല. ഈ വീടും പറമ്പും അവന്റെ പേരിലേക്ക് നിങ്ങൾ എഴുതി കൊടുത്തു. ഇനി അവരുടെ ശല്യം സഹിക്കാൻ വയ്യാതെ ശാരദാമ്മ ആ വീട്ടിൽ നിന്ന് എങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പോയതാവോ? എന്നിട്ടവര് അച്ഛൻ വന്ന് കൂട്ടിക്കൊണ്ടു പോയെന്നൊക്കെ കള്ളം പറയുന്നതാവോ? എന്തിന്? അതുകൊണ്ട് എന്താ ഇവർക്കുള്ള ഗുണം? ആലോചിച്ച പല ഗുണങ്ങളും ഉണ്ട്. എല്ലാവരും നോക്കുന്നത് അവനവന്റെ നിലനിൽപ്പല്ലേ ശാലിനി. അപ്പോ അച്ഛൻ പറയുന്നതെല്ലാം സത്യമാണെന്നാണോ? ഞാൻ മറ്റൊരു കാര്യം പറയട്ടെ. ഈ രണ്ടു മക്കളുടെ മനസ്സിലിരിപ്പ് മനസ്സിലാക്കിയിട്ട് ശാരദാമ്മയെ ഇവരുടെ കൂടെ നിർത്തിയാൽ ശരിയാവില്ലെന്ന് മനസ്സിലാക്കി അച്ഛൻ തന്നെ ചെയ്യുന്ന ഒരു ഡ്രാമയാണെങ്കിലോ? അല്ല, അങ്ങനെ ആവാലോ. ഇതിപ്പോ വല്ലാത്തൊരു പ്രതിസന്ധിയായല്ലോ. എനിക്കൊരു സങ്കടം വന്ന് ചെന്ന് ചാരി ആശ്വാസം കണ്ടെത്തുന്നൊരു ചുമല്, അതാ എനിക്കിപ്പോ നഷ്ടമായത്. എത്ര സങ്കടങ്ങളും ഉൾക്കൊള്ളാനുള്ളൊരു അക്ഷയപാത്രം, സങ്കടങ്ങളെ സന്തോഷമാക്കി മാറ്റാനുള്ള എന്തോ ഒരു സൂത്രം എൻ്റെ അമ്മയ്ക്ക് ഭഗവാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞാനും പലപ്പോഴും കടമെടുത്തിട്ടുണ്ട്. പക്ഷെ ഇങ്ങനൊരു വേർപാട് അതെനിക്ക് താങ്ങാവുന്നതിനപ്പുറമാ. എനിക്കെന്റെ അമ്മയെ കണ്ടെത്തിയേ ഒക്കൂ. അച്ഛൻ വന്ന് കൂട്ടിക്കൊണ്ടു പോയതാണെങ്കിലും അമ്മ സ്വയം ഇറങ്ങിപ്പോയതാണെങ്കിലും ഇനി അതല്ല ശാരികേച്ചിയുടെയും ശ്യാമയുടെയും പ്രേരണ കൊണ്ട് വീട് വിട്ടിറങ്ങിയതാണെങ്കിലും എനിക്കെന്റെ അമ്മയെ കണ്ടെത്തണം. എന്തായാലും ഒരു കാര്യം ഉറപ്പാ, എത്ര ബുദ്ധിമുട്ടുകൾ വന്നാലും എൻ്റെ അമ്മ ആത്മഹത്യ ചെയ്യൊന്നുമില്ല. ശാലിനി, ഒരിക്കലും തളരരുത്. എല്ലാ പ്രതിസന്ധികളെ അതിജീവിക്കാൻ ശാലിനിക്ക് കരുത്ത് കിട്ടുക തന്നെ ചെയ്യും. എന്റെ പ്രാർത്ഥനയും കൂടെ ഉണ്ടാവും. അത് മാത്രമേ എനിക്കിപ്പോ പറയാൻ പറ്റൂ. ഓർമ്മ വെച്ച നാളെ മുതല് അമ്മയുടെ കഷ്ടപ്പാടും ദുരിതമായിരുന്നു കൺമുന്നില്. പഠിച്ച IAS എടുത്തെങ്കിലും അമ്മയുടെ കഷ്ടപ്പാടിന് ഒരു മാറ്റവും വരുത്താൻ കഴിഞ്ഞില്ല. അതെന്താണെന്ന് ആലോചിച്ച് ചെന്നപ്പോ അമ്മ തന്ന ഉത്തരം എന്താണെന്നറിയോ? ആ കഷ്ടപ്പാടും ദുരിതമാണ് കുടുംബശ്രീ ശാരദ. ഇതൊന്നുമില്ലാത്തൊരു ശാരദയെക്കുറിച്ച് അമ്മയ്ക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ലെന്ന്. പൊള്ളുന്ന ജീവിതക്കടലിൽ നീന്തി വന്നവള എൻ്റെ അമ്മ. ഏത് പ്രതിസന്ധിയും തരണം ചെയ്ത് എൻ്റെ അമ്മ എൻ്റെ അടുത്തെത്തും. ആ ഒരു ഉറപ്പില്ല, ആ ഒരൊറ്റ ഉറപ്പില്ല ഞാനിപ്പോ മുന്നോട്ട് പോകുന്നത്. കണ്ണൊടിച്ചു പോയാ മോഡല് പോലെ. വെള്ളയാ എന്താടോ വന്നിട്ട് കുന്തമെഴുകാലം മിണ്ടായിരിക്കുന്നേ? അല്ല, എന്നെ തിരിച്ചറിയാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി നിന്നതാ. ഞാൻ എന്തുവാടോ അത്രയ്ക്ക് വെളിവിലാന്ന് വന്നേ? വന്നു എന്ന് പറയല്ലേ, പഠിപ്പുരയുടെ ഭാഗത്ത് വന്ന് വീണിട്ട് അവിടുന്ന് എടുത്തോണ്ട് വന്നു എന്ന് പറയും. ആ, എന്റെ രാഘവൻ സാറേ, ഇതൊരല്പം കൂടി പോകുന്നുണ്ട് കേട്ടോ. എടോ, അവന്റെ സങ്കടം കേട്ടാലേ ആരും കുടിച്ചോടോ. പിന്നെ താൻ അടുക്കളയിൽ പോയി ഒരു ഇച്ചിരി മോരുമ്പഴ എടുത്തുണ്ടോ? എടോ ചെല്ലടോ, ചെല്ല്, എടുത്തുണ്ടോ? 2 ആഴ്ച കിട്ടോ? ആ ചെല്ല്. മോരല്ല, ഇവിടെ ഇപ്പൊ ചാരായവാ രാഘവേട്ടൻ അങ്ങോട്ട് തരേണ്ടത്. കൊണ്ടുവന്ന് കൊടുക്കടോ, കെട്ടെന്ന് അടങ്ങട്ടെ. എന്റെ ഭാമേ, ആർക്കും ഒരബദ്ധം പറ്റിപ്പോന്നേ. രാഘവേട്ട, ഇത് ഒരബദ്ധം അല്ല, പല അബദ്ധങ്ങളല്ലേ പറ്റിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ
എത്ര അബദ്ധങ്ങൾ പറ്റിയാലും നിങ്ങൾ മാത്രം പഠിക്കില്ല. എന്തു പറയാനാ? ഭാമേ, അവന്റെ സങ്കടങ്ങൾ കേട്ടപ്പോഴേ ദേ, ഇനിയും അവന്റെ പേര് ഈ വീട്ടിൽ പറഞ്ഞാലുണ്ടല്ലോ, ചതിയനവൻ. ദേ മനുഷ്യ, നിങ്ങളെ ചതിക്കാൻ വേണ്ടിയാ നിങ്ങളുടെ പുറകെ അവൻ കൂടിയത്. പണ്ട് കാണിച്ചതിനൊക്കെ അവൻ നമ്മുടെ കാല് പിടിച്ച് കരയും പോലല്ലേ മാപ്പ് പറഞ്ഞത്. എന്നിട്ട് നീ അവിശ്വസിക്കുന്നു? ഓ, ഇന്നോ നാളെന്നും പറഞ്ഞിരിക്കുന്നവനാ അവൻ. രാഘവേട്ട, നിങ്ങളെ അവന്റെ വരുതിക്ക് വരുത്താൻ വേണ്ടി അവൻ പറഞ്ഞ നുണകളാ ഇതൊക്കെ. ദേ, അവന് ഒരു കുഴപ്പമില്ല. പിന്നെ എന്തിനാ അവന്റെ അടുത്ത് അങ്ങനെയൊക്കെ പറഞ്ഞ്? സ്വത്ത് തട്ടിയെടുക്കാൻ. ഇതാ സാറേ. ആ, അവന്റെ മദ്യവും വാങ്ങി കുടിച്ചിട്ട് അബോധാവസ്ഥയിൽ നിങ്ങൾ ഏതെങ്കിലും പേപ്പറിൽ ഒപ്പിട്ട് കൊടുത്തോ മനുഷ്യ? രാഘവേട്ട, നിങ്ങൾ ഏതെങ്കിലും പേപ്പറുകളിൽ ഒപ്പിട്ട് കൊടുത്തോന്ന്? കൊടുത്തു. പക്ഷെ അതല്ല എന്റെ മലേഷ്യയെ കൊണ്ട് ചികിത്സകളുടെ പേപ്പറായിരുന്നു. യോ, ഒന്നുമല്ല. ഈ വീടും പറമ്പും അവന്റെ പേരിലേക്ക് നിങ്ങൾ എഴുതി കൊടുത്തു. അതിന്റെ പേപ്പറിലാ അവൻ നിങ്ങളെ കൊണ്ട് ഒപ്പിടിപ്പിച്ചത്. നമ്മൾ ഇനിയും വീണ്ടും തെരുവിലേക്ക് ഇറങ്ങേണ്ടി വരിക. ദേ, ആദ്യത്തെ തവണ അവൻ എന്നെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിച്ചത്. ഇത്തവണ അവൻ അത് നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിച്ചു. അത്രയുള്ളൂ വ്യത്യാസം. എന്ത് ചെയ്യാനാ? വട്ടിയും കൊട്ട എടുത്തോണ്ട് വീണ്ടും തെരുവിലേക്ക് ഇറങ്ങേണ്ടി വരും. ദേ, ഞാൻ ഇനിയും പഴയ പോലെ പലഹാരങ്ങൾ ഉണ്ടാക്കി വെക്കുന്ന പണി വീണ്ടും എടുക്കേണ്ടി വരും. അത്ര തന്നെ. ചേട്ടനോടുള്ള അനിയന്റെ സ്നേഹം കണ്ടപ്പോഴേ ഞാൻ കരുതിയതാ ഇതിൽ എന്തോ ചതിയുണ്ടെന്ന്. പക്ഷേ ഇത്രയും വലിയൊരു ചതിയുണ്ടെന്ന് ഞാൻ ഓർത്തതേ ഇല്ല. അകന്നു നിൽക്കുന്ന ശത്രു അടുത്ത് കൂടിയപ്പോഴേ നമ്മൾ ശ്രദ്ധിക്കണമായിരുന്നു. ഇതിപ്പോ അവന്റെ കയ്യിലായല്ലോ എല്ലാം. അവനെ ചതിച്ചിട്ടുണ്ടെങ്കിലേ അവനെ കൊല്ലും ഞാൻ അവനെ. അയ്യോ എന്റെ രാഘവേട്ട, രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ട് അവനെ കൊന്നിട്ട് എന്താ കാര്യം? എല്ലാം കൈവിട്ട് പോയിട്ട് ഇനി എന്താ സങ്കടപ്പെട്ടിട്ട് കാര്യം? ഇനി ഒരിക്കൽ കൂടി ഈ വീട് വിട്ടിറങ്ങാൻ എനിക്ക് ആവില്ല. നിങ്ങളിപ്പോ നിങ്ങളുടെ അനിയനെ കൊല്ലാൻ നടക്കല്ലേ? അതുപോലെ എന്നെ ഒന്ന് കൊന്നു തരാമോ? എനിക്ക് ഈ വീട്ടിൽ കിടന്ന് മരിക്കാനുള്ള കൊതി കൊണ്ടാ. ഒരാളും മരിക്കണ്ട.